എവിടെ നിന്നെങ്കിലും ഒരു ചക്ക കിട്ടിയാൽ അത് എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ചെയ്തെടുക്കും. ഇന്ന് ഞാനിവിടെ ചക്ക വേവിക്കുന്നുണ്ട്, അതോടൊപ്പം കുറച്ച് ചക്ക വറുത്തെടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ റോഡിലിറങ്ങിയപ്പം കുറേ ചക്ക കൊണ്ടിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചക്ക കൈക്കലാക്കി. 200 രൂപയാണ് ഒരുവിധം വലിയൊരു ചക്ക എന്ന് പറഞ്ഞാൽ മീഡിയം സൈസിലൊരു ചക്ക 200 രൂപയ്ക്ക് വാങ്ങിച്ചു. അങ്ങനെ കൊണ്ടുവന്നത് കുറച്ച് വേവിക്കാനെടുത്തു, കുറച്ച് വറുക്കാനെടുത്തു, പിന്നെ ഒരു മുറിയുടെ പകുതി പഴുപ്പിക്കാൻ വെച്ചു. വരിക്ക ചക്കയാണോ അതോ കൂഴച്ചക്കയാണോ ഒന്നും അറിയില്ല, എന്താണെങ്കിലും പഴുപ്പിക്കാൻ വെച്ചായിരുന്നു. പക്ഷേ അതിൻ്റെ ഫലം കിട്ടിയില്ല. പിന്നെ ഞാനിങ്ങനെ ഈ ചക്കയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് കുറച്ച് ചക്കക്കുരു കൂടി ചേർത്ത് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു. അതിനുശേഷം പിന്നെ നമുക്ക് വറുക്കേണ്ട ചക്ക കൂടെ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു സന്തോഷമാണ്. കാരണം നാട്ടിലെ പോലെ ചക്ക ഇവിടെ കിട്ടത്തില്ലല്ലോ. ഇങ്ങനെ വല്ലപ്പോഴും വർഷത്തിലൊരിക്കലൊക്കെ ഒരു ചക്ക വേവിച്ച് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. MP-യിലായിരുന്നപ്പം ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. പക്ഷേ ബോംബെയിൽ ഇത്രയും ചക്ക കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം കിട്ടിയപ്പം പെട്ടെന്ന് അതൊന്ന് യൂസ് ചെയ്തു. പിന്നെ ചക്കക്കുരുവും കിട്ടിയില്ല അതിൻ്റെ, അതും വലിയൊരു സന്തോഷമായി. കാരണം ചക്കക്കുരു ഒരു 1/4 കിലോയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ചത് 30 രൂപയ്ക്കാണ്, ചീരയുടെ കൂടെ ഇട്ട് തോരൻ വെക്കാനായിട്ട്. അപ്പം അങ്ങനെ ചക്കക്കുരു കിട്ടിയത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. ചക്ക ഇവിടെ വേവിക്കാൻ വെച്ചത് വെന്ത്, അതിലേക്ക് ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില കൂടി ചേർത്തൊന്ന് അരച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്നുകൂടി ഒന്ന് അരപ്പ് വേകുന്നവരെ ഒന്ന് വെച്ച് വേവിക്കണം. ഉപ്പ് ആഡ് ചെയ്തു. ഇതിൽ ഞങ്ങൾ കടുക് വറുക്കാറില്ല. ചക്കയ്ക്ക് ചിലർ കടുക് വറുത്തെടുക്കാറുണ്ട്, പക്ഷേ ഞങ്ങളുടെ സൈഡിലൊന്നും ഇങ്ങനെ ചക്കയ്ക്ക് കടുക് വറുക്കാറില്ല. ഇത്രയും മാത്രമേ ഉള്ളൂ പ്രൊസീജിയറിനകത്ത്. കുറച്ച് വെളിച്ചെണ്ണ കൂടി വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ അതും ചേർക്കുന്നില്ല. ഞാനിവിടെ ഇങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുത്തു. ഇനി നമുക്കിവിടെ തുടുപ്പൊന്നും കിട്ടത്തില്ലല്ലോ നാട്ടിലെ പോലെ. പിന്നെ ഈ ചപ്പാത്തി പരത്തുന്ന റോളർ വെച്ചിട്ടാണ് ചക്ക ഇളക്കുന്നത്. ചക്കയാണെങ്കിലും കപ്പയൊക്കെ ആണെങ്കിലും ഇളക്കുന്നത് ഇതുകൊണ്ടാണ്. ഇതാണ് ഞങ്ങളുടെ തുടുപ്പ് എന്നല്ലേ പറയുന്നത്, അതെ തുടുപ്പ് അത്. അപ്പം നല്ലവണ്ണം ഒന്ന് ചക്ക വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇന്ന് വലിയ സന്തോഷമാണ് ചക്ക കഴിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഈ ചക്ക എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തു വറുക്കാനായിട്ട്. അപ്പം എണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് ചക്ക ഇട്ട് കൊടുത്തു. അവിടെ MP-യിലായിരുന്നപ്പം നമുക്ക് സോയാബീൻ്റെ എണ്ണയായിരുന്നു കിട്ടുന്നത്. പക്ഷേ ഇവിടെ സോയാബീൻ്റെ എണ്ണ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാനിത് വറുക്കുന്നത്. അപ്പം വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയായതുകൊണ്ട് ഉപയോഗിച്ചിട്ടില്ല, സൺഫ്ലവർ ഓയിൽ തന്നെ ഇതൊന്ന് വറുത്തെടുക്കാമെന്ന് വെച്ച് അങ്ങനെ ഇതൊന്ന് വറുത്തെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറയുക. ഇങ്ങനെ നമ്മുടെ ചക്ക വറുത്തതും ഒന്ന് ഒരുവിധമായി. അതിലേക്ക് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഇതൊന്ന് വറുത്ത് കോരി എടുക്കണം. ഇത് 1-2 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. കാരണം കിട്ടാത്ത സാധനങ്ങൾ കിട്ടുമ്പം പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കും. നമ്മുടെ കേരള സ്റ്റോറിലൊക്കെ വരും, പക്ഷേ അത്രയും ടേസ്റ്റൊന്നുമില്ല. കാരണം ഈ കേരളത്തിൽ നിന്നൊക്കെ വരുന്നതല്ലേ, അത് എനിക്ക് തോന്നുന്നു തണുപ്പും ഒക്കെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും വലിയ ടേസ്റ്റൊന്നും ചില സമയത്ത് തോന്നാറില്ല. അങ്ങനെ ഇന്ന് ചക്ക വറുത്തതും ചക്ക വേവിച്ചതും ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്?